ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം മൊബൈൽ ആപ്ലിക്കേഷൻസിനെ പറ്റിയാണ്. പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളെന്നിവിടെ പറഞ്ഞേക്കുന്നത് ഇപ്പോൾ കർണാടകയോ ബാംഗ്ലൂരോ ആന്ധ്രാപ്രദേശോ അതല്ലെങ്കിൽ തമിഴ്നാടോ അതും അല്ലെങ്കിൽ കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇത് യൂസ്ഫുൾ ആവുന്ന വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് തവണ ഇപ്പോൾ ഹോസ്റ്റലേഴ്സിനൊക്കെ അറിയാം, നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അച്ചാറ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, പക്ഷേ അത് ഇവിടെ വരുമ്പോൾ തീരും. അത് തന്നെ പിന്നെ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകേണ്ടി വരും. പിന്നെ അതല്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ ഓരോ തവണയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ഇപ്പോൾ പുറത്ത് പോയി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണം, അതുപോലെ നാട്ടിൽ നിന്ന് പോകാനാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പം അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചില പുതിയതായിട്ട് വരുന്ന കുട്ടികൾക്ക് അറിയില്ല ഇനി ഏതൊക്കെ ആപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രാവലിങ്ങിൻ്റെയും പിന്നെ നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ കഴിക്കാനെന്നല്ല, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണമെങ്കിലുള്ള നല്ല ആപ്പുകളാണ് പറയുന്നത്. അതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് മെയിൻലി യൂസ്ഫുൾ ആവുക ഹോസ്റ്റലേഴ്സിനൊക്കെ ആയിരിക്കും. കാരണം ഞാനും ഹോസ്റ്റലറാണ്. അപ്പോൾ എനിക്കിത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും പുറത്ത് പോയി വാങ്ങിക്കാൻ പറ്റത്തില്ല, അപ്പോൾ ഒക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ആപ്പ് എന്ന് പറയുന്നത് ഇക്സിഗോയാണ്. ഇതിൽ കൂടെയാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യുന്നത്. അതായത് ട്രെയിൻ ബുക്ക് ചെയ്യാൻ എളുപ്പമാണ് ഇക്സിഗോയിൽ കൂടെ. അത് IRTC സൈറ്റിന് ബുക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ആകെ വേണ്ടത് IRTC പാസ്വേഡും യൂസർ നെയിമുമാണ്. ഇനി വേർ ഇസ് മൈ ട്രെയിൻ, ഇക്സിഗോൻ്റെ സെയിം ദൗത്യം തന്നെയാണ് വേർ ഇസ് മൈ ട്രെയിനും. പക്ഷേ ഇക്സിഗോനേക്കാളും നമ്മളിപ്പോൾ പോകുമ്പോൾ എവിടെ എത്തി എന്നുള്ളത് നോക്കാൻ എളുപ്പം. അതായത് ഏത് സ്റ്റേഷനിലാണ് ഇനി അടുത്തത്, അങ്ങനത്തെയുള്ള സ്റ്റേഷൻസും നമ്മുടെ റൂട്ടും ഒക്കെ കറക്റ്റ് ലൈവായിട്ട് കാണുന്നത് ഈ വേർ ഇസ് മൈ ട്രെയിനിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. രണ്ടും ഒരേ ആപ്ലിക്കേഷൻ്റെ, അത് ഒരേ യൂസിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒല ക്യാബ്. ഇത് മെയിൻലി ആണ് പ്രത്യേകിച്ച് ബാംഗ്ലൂർ വന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ നമുക്ക് ഓട്ടോ എന്ന് പറയുന്ന സംഭവം പിടിക്കാന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോക്കാരിങ്ങനെ ഓട്ടോ വേണോ എന്ന് നമ്മളോട് ചോദിക്കും. നമ്മൾ അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. കാരണം അവർ ഒരുപാട് പൈസയാണ് നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്നത്. പക്ഷേ അതിന് പകരം നമ്മൾ ഈ ഒല ക്യാബ് വഴിയിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറവിനും എന്നാൽ കറക്റ്റ് പ്ലേസിൽ നമുക്ക് കറക്റ്റ് ടൈമിലൊക്കെ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ടുള്ള എല്ലാവരും ഈ ഒല ക്യാബ് തന്നെ, ബാംഗ്ലൂരാണ് പഠിക്കുന്നെങ്കിൽ ഒല ക്യാബ് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓട്ടോയിലൊന്നും നിങ്ങൾ കയറരുത്, കാരണം ഒരുപാട് പൈസ മേടിക്കും. അതിനകത്ത് ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ഇങ്ങനെ ഒല ക്യാബ് വഴി പോവാതെ ഓട്ടോ വഴി പോയിരുന്നു. അങ്ങനെ ഓട്ടോയിൽ കയറി ഒരാൾക്ക് 2 കിലോമീറ്റർ പോയതിന് 500 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒല ക്യാബ് തന്നെ ബുക്ക് ചെയ്യുക ട്രാവലിങ്ങിന്. പിന്നെ ഒല ക്യാബ് തന്നെ പോലെ ചെയ്യുന്നൊരു ദൗത്യമാണ് ഈ യൂബറും ടാക്സിയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കേരളത്തിലെ എറണാകുളത്ത് വെച്ച് നോക്കുമ്പോൾ യൂബറാണ് പൈസ കുറവ്. പക്ഷേ ബാംഗ്ലൂർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ കുറവുള്ളത് ഒല ക്യാബിലാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ട്രാവലും ബുക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് മെയിൻലി ഒരു കാര്യം പറയാനുള്ളത് ജിയോ മാർട്ട്. ഈ ജിയോ മാർട്ട് എന്ന് പറയുന്ന ആപ്പ് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതായത് നമുക്ക് നാട്ടിലത്തെ അച്ചാർ വരെ ഇവിടെ കിട്ടുന്നത് ഈ ജിയോ മാർട്ട് വഴിയാണ്. കാരണം നമുക്ക് പോയി ഒരു കടയിൽ പോയി വാങ്ങിക്കാനുള്ള ഒരു സൗകര്യമൊന്നും നമ്മുടെ ഹോസ്റ്റൽ ലൈഫിൽ ചിലപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഉണ്ടാവത്തില്ല. കാരണം ചിലപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും ടൈം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ജിയോ മാർട്ടിൽ ഇപ്പോൾ ഇന്ന് ഓർഡർ ചെയ്യുവാണെങ്കിൽ നാളെ നമുക്ക് ഫുഡ് കിട്ടും. നല്ലൊരു ആപ്പാണ് കേട്ടോ. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇനി കോമൺ ആപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിപ്പോൾ വേണ്ടത് അത്യാവശ്യം ഗൂഗിൾ പേ, ഫോൺ പേ, അതെല്ലാവർക്കും അറിയാലോ, പൈസയുടെ സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ്. പിന്നെ PayTM. പിന്നെ അതുകൂടാതെ നമുക്കിപ്പോൾ ഫുഡ് ഐറ്റംസ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ ബേസിക്കലി വേണ്ട ആപ്സാണ്. അതിപ്പോൾ നമുക്ക് ഈ എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ആപ്പ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ കഴിക്കണമെങ്കിൽ ബുക്ക് ചെയ്ത് കഴിക്കാനുള്ളൊക്കെ ഒരു കോമൺ ആപ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയും ആപ്പുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ ഹോസ്റ്റൽ ലൈഫൊക്കെ ബെറ്റർ ആയി.